അപ്പൊ രാജേട്ടാ, ഞാൻ ഇനി സാധാരണ ഇവിടെ ഓരോ അതിഥികളൊക്കെ ആയിട്ടാണ് വരലും പോകലും ഒക്കെ. പക്ഷേ ഇനി ഒരു 3 പേരെ ഞാൻ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. അതില് സിനിമ സംവിധാനം ചെയ്ത ആളുണ്ട്, ഇപ്പോഴും സ്റ്റേജിൽ സജീവമായിട്ടുള്ള ആളുണ്ട്, സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ആളുണ്ട്. ഇവരുടെ എല്ലാം പൊതുവായ ഒരു കാര്യം, ഇവർ 3 പേരും സൈനികയുടെ വലിയ സുഹൃത്തുക്കളാണ്. സൈനികയോടൊപ്പം വേദികളിൽ നിന്നിട്ടുള്ളവരാണ്, ഒരുപാട് വേദികളിൽ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ളതാണ്, ഒന്നിച്ച് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇവർ 3 പേരും ഒന്നിച്ചുള്ള ഒരു കാലഘട്ടത്തിലെ കഥകൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കഥകളാണ്. സൈനികയുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ ഇവർ 3 പേരും പൊതു കഥാപാത്രങ്ങളാണ്. അവരെ 3 പേരെ ഞാൻ ഏറെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, പ്രത്യേകിച്ച് ഇവർ തെളിച്ച വഴിയിലൂടെ നടന്നാണ്, മിമിക്രിയിലൂടെ നടന്നിട്ടാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം കലാകാരന്മാർ പിന്നീട് ഉപജീവനം കണ്ടെത്തിയതും വന്നതുമെല്ലാം. ആദ്യമായി കേരളത്തിൽ മിമിക്രി എന്ന പേരിൽ 4 പേര് നിരന്നു നിന്ന ആ കാലം മുതൽ ഇപ്പോൾ വരെ വളരെ സജീവമായി നിൽക്കുന്ന 3 ആളുകൾ. ഏറെ ബഹുമാനത്തോടു കൂടി ഈ ഫ്ലോറിലേക്ക് 3 പേരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രിയപ്പെട്ട കലാഭവൻ അൻസാരിക്ക, കലാഭവൻ റഹ്മാനിക്ക, ശ്രീ KS പ്രസാദേട്ടൻ. മൂന്ന് പേർക്കും സ്വാഗതം. പ്രസാദേട്ട, അൻസാരിക്ക, റഹ്മാനിക്ക. ഒരുപാട് കഥകളിൽ ഞാൻ ഫീൽഡിലേക്ക് വരുന്ന സമയം കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ സൈനികമായിട്ട് ഒരുപാട് വേദി പങ്കിടാനോ കാണാനോ പരിചയപ്പെടാനോ എന്നുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ള ആളല്ല. പക്ഷെ നിങ്ങളുടെ കഥകൾ നമ്മുടെ ഒരു പക്ഷേ ഈ സിനിമയിലുള്ള ആളുകളുടെ ഇത്തരത്തിലൊരു പരിപാടി വരുന്നതിന് മുമ്പ് തന്നെ മിമിക്രി സദസ്സുകളിൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ഇവരുടെ കഥകൾ കേട്ടാൽ ഏറ്റവും കൂടുതൽ കഥകളിൽ ക്യാരക്ടറായിട്ടുള്ള ഒരാൾ സൈനികനാണ്. ഒരുപാട് ഇൻസിഡൻസ് അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വെച്ച് പറയുന്നുണ്ടാവും. 81 സെപ്റ്റംബർ 21 ആദ്യമായിട്ട് കേരളത്തിലൊരു മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പൊ സൈനുക്ക എപ്പോഴാണ് ഇതിലേക്ക് വന്ന് കയറുന്നത്? ഒരു വർഷം കഴിഞ്ഞു, 82 സൈനികൻ വരുന്നത്. വർക്കിച്ചമ്പേട്ട പോയപ്പോ 2 പേര് വന്നതാ, NF വർഗീസും സൈനികനും. വർക്കിച്ചമ്പേട്ട എന്ന് പറഞ്ഞ ആദ്യത്തെ ട്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ പോയപ്പോ NF വർഗീസും സൈനികൻ കലാഭവനിലോട്ട് വന്ന് കയറി. പിന്നെ എത്ര നാളുണ്ടായിരുന്നു? സൈനികൻ ഒരു 89 വരെ ഉണ്ടായിരുന്നു. 89 അതോ 90 വരെ ഉണ്ടായിരുന്നു. ഞാൻ 90 വരെ ഉണ്ടായി. അതായിരുന്നു സൈനികൻ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ, സൈനികൻ്റെ സ്റ്റേജ് കോമഡി എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിനേക്കാളൊക്കെ കൂടുതൽ ഞങ്ങൾ ഈ വണ്ടി കയറിയാൽ ഈ സ്ഥലം എത്തുന്നവരെ, തൃശ്ശൂരാണോ കോഴിക്കോടാണോ തിരുവനന്തപുരമാണോ, അവിടെ എത്തുന്നവരെ ഞങ്ങളെയൊക്കെ ചിരിപ്പിക്കുക എന്നുള്ളായിരുന്നു സൈനികന്റെ ഏറ്റവും വലിയ തമാശക്കാര്. അവരെ ചിരിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അത് ഭയങ്കരമാണ്. സൈനുദ്ദീൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്കും റഹ്മാനും ഒക്കെ സൈനുദ്ദീനെ അറിയാമായിരുന്നു. കാരണം സിനിമയിലാണോ കലാഭവനിൽ വരുന്നത്? ഇല്ല, നേരിട്ട് സാധാരണ ലൈഫില് സ്റ്റുഡൻസ് ആയിരിക്കുമ്പോ റഹ്മാന്റെ ജസ്റ്റ് സീനിയർ ആയിട്ടായിരുന്നു സൈനുദ്ദീൻ UC കോളേജിൽ പഠിച്ച UC കോളേജിൽ. ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു, പ്രിഡിഗ്രി കൊച്ചിൻ കോളേജിലായിരുന്നു, ഡിഗ്രിക്ക് മഹാരാഷ്ട്രയിൽ വന്നു. അപ്പോൾ ഈ കോളേജ് കാലഘട്ടത്തിലൊക്കെ മത്സരങ്ങൾക്ക് പോകുമായിരുന്നു. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കൂടാതെ KSUവിൻ്റെ ഒരു സംസ്ഥാന മത്സരമുണ്ട്. അതിന് എനിക്ക് മിക്കവാറും എല്ലായിടത്തും ഫസ്റ്റ് പ്രൈസ് കിട്ടുമായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം മാത്രം ഞാൻ സെക്കൻഡായി. അത് ഹിന്ദി പ്രചാര സഭ ഹാളിൽ വെച്ചായിരുന്നു കോമ്പറ്റീഷൻ. എനിക്ക് ഇന്നലെ കഴിഞ്ഞ മാതിരി ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫസ്റ്റ് ആരാണ് ഒന്നൊന്ന് അന്വേഷിക്കണമല്ലോ എന്ന് വെച്ച് കാണാൻ വന്നപ്പോൾ തടിച്ച് കുടവയറായിട്ടൊക്കെ ഒരാൾ UC കോളേജിൽ നിന്ന് വന്ന സൈനുദ്ദീനാണെന്ന് പറഞ്ഞു. അവൻ അന്ന് രാമൻ കാട്ടിലേക്ക് പോകുന്ന ഒരു സംഭവമൊക്കെ പറയണം. അത് പല ഭാഷയിലുള്ള ആൾക്കാരോ, ഷേണായി, മുസ്ലിം, കമ്മത്ത്, ഇന്റർനാഷണൽ ഫേമസ് സാധനമായിരുന്നു അവൻ കളിച്ചത്. അത് അവന് കളിച്ച് ഫസ്റ്റ് കിട്ടി. പിന്നെ ഞങ്ങൾ പല സ്ഥലത്തും മത്സരത്തിന് പോകലാണ്. അതിൻ്റെ ഇടക്കാണ് ഒരു മത്സരത്തിന് പോയപ്പോൾ പെട്ടിയായിട്ട് ഒരാൾ, CAD നസീർ പറഞ്ഞ പോലെ ഒരാൾ വന്നു. ഒരു ലൈബ്രറിയിൽ ഈ സഹൃദയ വായനശാല കലൂര്, CAD നസീർ പറഞ്ഞ ഒരു പെട്ടിയൊക്കെ ആയിട്ട് ഒരാൾ വന്നു വിഗ് വെക്കുന്ന. അതാണ് NF വർഗീസ്. ജോലിക്ക് പോയിട്ട് വന്നവരാ. ജോലി റെപ്രസെന്റേറ്റീവ് ആണല്ലോ. JMCO നമ്മുടെ ഒരു കമ്പനിയിൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നാടകം കളിക്കാം. നാടകത്തിന്റെ പേരെന്താണ് ഓർമ്മയുണ്ടോ? ജെംസ് എഞ്ചിനീയറിംഗ് നാടകം അഭിനയിച്ചിരുന്നില്ലേ? ബ്രഹ്മം. പിന്നെ വേറൊരു ഫേമസ് ഒരു പ്രൊഫഷണൽ ആണ്. അതും അതിനിടയിൽ മിമിക്സ് പരേഡിനൊക്കെ വരും പുള്ളി. അങ്ങനെ കാലഘട്ടമാണ്. അങ്ങനെയാണ് ഇവർ, റഹ്മാനാണെന്ന് തോന്നുന്നുണ്ട്, സൈനുദ്ദീനെ എടുത്ത് പറഞ്ഞു. ഞാനും റഹ്മാനൊക്കെ കൂടെയാണ് സൈനുദ്ദീനെ വിളിക്കാൻ പോണത്. കളമശ്ശേരിയിൽ
റോഡ് ട്രാൻസ്പോർട്ടിങ്. അന്ന് ഒരുപാട് ട്രാൻസ്പോർട്ടിങ് ആൾക്കാരുണ്ട്. അവിടെ അവന് ക്ലർക്കായിട്ട് ജോലിയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, നീ ഉണ്ടായിരുന്നു വിളിക്കാൻ പോയപ്പോൾ? ഞാനും ഇവനും സിദ്ദീഖോ, നീ ഉണ്ടായില്ല? ഇല്ല, ഞാൻ ഉണ്ടായില്ല. എന്നെ വിളിക്കാൻ വേണ്ടി കളമശ്ശേരി പോയി. കളമശ്ശേരി പോയി ഉണ്ടോ ഇങ്ങനെ കലാഭവനിലേക്ക് ആണ് നിന്നെ ഒരാൾ പോയി, പകരം നിനക്ക് വരണം. ആടാ ഞാൻ വരാം, കുഴപ്പമില്ല, അവിടെ ജോലിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 100 നോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കണ്ട. അവന് ഞാൻ പറഞ്ഞു, നിനക്ക് അഡ്വാൻസ് 100 രൂപ, വെറുതെ അച്ഛൻ തന്നൊന്നുമില്ല, എൻ്റെ കാശെടുത്ത് 100 രൂപ കാണിച്ച്, ഇന്ന് 100 രൂപ. അവൻ തട്ടിപ്പറിച്ച് അവന് കിട്ടി. ചോദിച്ചിട്ട് തിരിച്ചു തന്നില്ല പിന്നെ.